സാറിന് ലൈഫിൽ സാറിൻ്റെ പ്രൊഫഷനിൽ തന്നെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതൊരു ഇലക്ഷനിൽ ഡോക്ടർ മനോജുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് അത് ആ സമയത്ത് സിനിമയോ അല്ലെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും പാട്ടുകളോ ഒക്കെ സാറിന് ഈ പരാജയത്തെ അതിജീവിക്കാൻ സിനിമ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അന്ന് തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന പഴയ കൊച്ചിരാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന VR കൃഷ്ണദത്തച്ചൻ അന്തരിച്ചത് അന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ റിസൾട്ട് അറിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോയത്. ഞാൻ തൃശ്ശൂരാണല്ലോ, അവണിശ്ശേരി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടു, ആദരാഞ്ജലി അർപ്പിച്ചു, രാത്രി മടങ്ങുകയുണ്ടായത്. അതുകൊണ്ട് അന്ന് സിനിമയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പിന്നീട് തുടർച്ചയായിട്ട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ മാത്രമല്ല, സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പാട്ടുകളും വളരെ മനസ്സിൽ തട്ടുന്ന പാട്ടുകളുണ്ടല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ മനസ്സിൽ തട്ടുന്ന പാട്ടുകൾ അധികം വരുന്നില്ല, ഇപ്പം കുറവാണ്. ആ പഴയ കാലത്ത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ ചൗദവിൻ ക ചാന്ദ് എന്ന സിനിമ ഇറങ്ങിയത്. അന്ന് 1960 ആ സമയമാണെന്നല്ലോ ഞാൻ മുഹമ്മദ് റഫി പാടിയ. ഇന്നും എൻ്റെ മനസ്സിൽ ആ ചൗദവിൻ ക ചാന്ദ് ഹോ എന്നുള്ള പാട്ട്. സാർ, അതൊരു പ്രണയഗാനമാണ്. സാർ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടില്ല, ഇല്ല, പ്രണയിച്ചിട്ടില്ല. പക്ഷേ പിന്നെ എൻ്റെ സഹധർമ്മിണി എൻ്റെ വീടിനടുത്ത് തന്നെയാണ്, എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ സഹോദരിയാണ്. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം നടത്തിയെന്നല്ലാതെ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അതൊരു പ്രണയത്തിൻ്റെ തലത്തിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ ചൗദവിൻ ക ചാന്ദ് ഇന്നും കേൾക്കുമ്പോൾ ഒരു പുത്തൻ ഗാനം കേൾക്കുന്ന അതേ അനുഭവമാണ്. ഒരിക്കൽ പോലും അതിൻ്റെ ആ ഫ്രഷ്നെസ് മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഇടയ്ക്ക് ചിലപ്പോൾ അത് ടി വിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ഗുരുദത്ത്, വഹിദ റഹ്മാൻ, അവരാണ് അതിൻ്റെ ഹീറോ ആൻഡ് ഹീറോയിൻ. ഇപ്പോഴും അത് കാണുമ്പോൾ, ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു അത്രയും ഒരു ഗാനത്തിന് മനസ്സിനെ എത്ര സ്വാധീനിക്കാൻ സാധിക്കുന്നു. അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് സർ. റൊമാൻറ്റിക് ഹൃദയം സാറിനുണ്ട്. അതിൻ്റെ റൊമാൻറ്റിക് സോങ് മാത്രമല്ല, അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ മ്യൂസിക്, മുഹമ്മദ് റാഫിയുടെ ശബ്ദം എപ്പോൾ കേട്ടാലും ആദ്യം കേൾക്കുന്ന അതേ അനുഭവത്തോടു കൂടി കേൾക്കാൻ സാധിക്കുന്ന ഒരു ഏറ്റവും മനോഹരമായൊരു ഗാനം. സാർ, എന്നാൽ കേൾക്കാൻ സാർ. चौदहवे का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदहवे का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदहवे का चांद हो. जुल्फे हैं जैसे कांध पे बादल झुके हुए, आंखें हैं जैसे मैं के प्याले भरे हुए, मस्ती है जिसमें प्यार की तुम वो शराब हो. चौदहवे का चांद हो.
सजदे तुम्हारी राह में करती है कहकशां दुनिया हुस्न इश्क का तुम ही शबाब हो चौदवे का चांद हो या आफताब हो जो भी हो तुम खुदा की कसम लाजवाब हो चौदवे का चांद हो വേറൊരു ചോദിച്ചോളൂ സാർ, എപ്പോഴും ഈ ഖദർ ഡ്രസ് ഇട്ടാണല്ലോ നമ്മുടെ ഈ ഒരു ഇതങ്ങനെ ആയതുകൊണ്ട് ഈ ഖദർ അല്ലാതെ വേറെ ഏതെങ്കിലും വേഷം സാർ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർഫുൾ ഡ്രസ്സ് ഫോറിൻ കൺട്രീസിലേക്ക് പോകുമ്പോഴെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഫോറിൻ കൺട്രീസിൽ പോയപ്പോഴും ഞാൻ ഖദർ പാൻസ് ആൻഡ് സൂട്ടാണ്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അതായത് ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയിരുന്നു. അന്ന് MP ആണ്. ഇൻഡോ സോവിയറ്റ് സൗഹൃദ സംഘത്തിൻ്റെ ഭാഗമായി ഞങ്ങളൊരു 4 പേര്. അന്ന് ഞങ്ങൾ അവിടുത്തെ മോസ്കോവിലെ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുടെ ഒരു ജനറൽ ഗോർബിൻ, അദ്ദേഹത്തിൻ്റെ പേര് അതാണെന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്, അദ്ദേഹം ഞങ്ങൾക്കൊരു ലഞ്ച് തന്നിരുന്നു. അപ്പം ഞാനൊരു ഖാദി സഫാരി സൂട്ടാണ് ഇട്ടിട്ടുള്ളത്. ഡൽഹി ഖാദി ഭണ്ഡാറിൽ ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് വളരെ കണ്ടാൽ നല്ല, അതായത് എത്ര ദിവസം വേണം ഉപയോഗിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത ആ രീതിയിൽ അത്രത്തോളം നല്ലൊരു പിന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ മിനിസ്റ്റർക്ക് ഇത് വേണം. അവർ ചോദിച്ചു ഈ ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ഖാദി. സംസാരിച്ച പുള്ളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണം. ഞാൻ പിന്നെ ഡൽഹിയിൽ തിരിച്ചു വന്നതിന് ശേഷം ഖാദി ഭണ്ഡാറിൽ നിന്ന് ഈ സൈസ് ഈ പർട്ടിക്കുലർ ഐറ്റം തന്നെ സൂട്ട് വാങ്ങിച്ച് അന്ന് സോവിയറ്റ് എംബസിയിലേക്ക് എത്തിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഖാദി നല്ല വെറൈറ്റി ഉണ്ട്. ഇത് എന്ന് പോലെയാണ് സാർ ഈ ശീലം തുടങ്ങി? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ മുണ്ടെടുത്തത് ഖാദിയാണ്. ആദ്യത്തെ മുണ്ട്, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ, അതായത് 8ാം ക്ലാസ് വരെ പിന്നെ ട്രൗസർ നിക്കറായിരുന്നു. 8 കഴിഞ്ഞ് 9ലേക്ക് കടക്കുമ്പോഴാണ് ആദ്യമായി മുണ്ടെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ കോൺഗ്രസിൻ്റെ പഴയൊരു നേതാവുണ്ടായിരുന്നു, വലിയ പ്രാസംഗികനാണ്, ഒരു അയ്യപ്പേട്ടൻ, KK അയ്യപ്പൻ. അദ്ദേഹം കണ്ടശാങ്കടവിലൊരു ഖാദി സ്റ്റോർ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഖാദി സ്റ്റോറിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ മുണ്ടും ഷർട്ടിൻ്റെ തുടിയും ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും സാറിന് തോന്നിയിട്ടില്ല? ഇല്ല, ഞാൻ മാറിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു രസകരമായൊരു സംഗതിയുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി ചേരാൻ ചെല്ലുകയാണ്. അപ്പോഴും അന്ന് SLC പഠിക്കുന്ന കാലത്ത് അന്ന് പിന്നെ സ്കൂൾ ലീഡറൊക്കെ ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു വന്നിരുന്നു. പിന്നെ അന്ന് വയലാർ രവി പ്രസിഡൻ്റായിട്ടുള്ള KSU സംസ്ഥാന കമ്മിറ്റിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ വന്നു ആ കമ്മിറ്റിയിൽ. 9ാം ക്ലാസ് 10ൽ പരീക്ഷ എഴുതുമ്പോൾ ആ വെക്കേഷനിലാണ് അന്ന് ഈ കമ്മിറ്റി വന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി പ്രീ ഡിഗ്രി ചേരാൻ കോളേജിൽ ചെല്ലുന്നത് ഈ ഒരു പശ്ചാത്തലം ഉണ്ട്. പക്ഷെ അതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, അല്ല അച്ഛനൊന്നും അറിഞ്ഞുകൂടാ. പ്രിൻസിപ്പൽ ഫാദർ തോമസ് മൂത്തേടനാണ് അന്നത്തെ പ്രിൻസിപ്പൽ, വളരെ പ്രഗത്ഭനായ പ്രിൻസിപ്പലാണ് അദ്ദേഹം. ഞാൻ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ അതെനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ട്. ഞാൻ 3rd ഗ്രൂപ്പാണ് ചോദിച്ചത്. അപ്പോൾ അച്ഛൻ ചോദിച്ചതിനോട് 2 ചോദ്യം ചോദിച്ചു. താൻ എന്തോ 3rd ഗ്രൂപ്പ് ചോദിക്കുന്നത്, നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു എനിക്കത് മതിയെന്ന് പറഞ്ഞു. തൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് പറഞ്ഞു, താൻ ഖദറൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, താൻ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അച്ഛോ, ഞാൻ പഠിക്കാനാണ് വരുന്നത്, പിന്നെ ചില്ലറ പ്രവർത്തനമുണ്ടെന്ന് ഞാൻ തുറന്നു പറഞ്ഞു അച്ഛനോട്. ഞാൻ KSUവിൻ്റെ ഒരു പ്രവർത്തകനാണ്, ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ താൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞാൽ അച്ഛന് സന്തോഷം തോന്നി. അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ മറച്ചു വയ്ക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛോ ഞാനിതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആ ഒരു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാദർ തോമസ് മൂത്തേടനും അന്നത്തെ ഞങ്ങൾ ആ വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തൊരു ബന്ധമാണ്. അന്നത്തെ ആ ഒരു സമയം ഞാൻ ഓർക്കുകയായിരുന്നു. സാർ, അപ്പോൾ ഒരു ചോദ്യം ഇടയിൽ, സാറ് ഫേമസ് ആയിരുന്നു, രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, ഫാദറിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു.
എങ്ങനെ സാർ ക്ലാസ് കിട്ടിയത് എനിക്ക് പോയത്? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അധികം ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. അല്ല, ഈ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പിന്നീടൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ എൻ്റെ ആദ്യത്തെ ക്ലാസ് കട്ട് ചെയ്തൊരു അനുഭവം, അതായത് അന്ന് ഈ ഭാർഗവി നിലയം വന്നു 64. ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അന്നത്തെ സൂപ്പർ ഹിറ്റ് അല്ലേ സാർ? അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റാണ്. വന്ന് ഒരു 3-ാമത്തെ ദിവസമായപ്പോഴേക്കും പിള്ളേരൊക്കെ കണ്ടുവന്ന് ഗംഭീര പടമാണെന്നൊക്കെ പറഞ്ഞ് വന്ന് കാണണം. അപ്പോൾ ഞാനന്ന് ഡെയിലി വീട്ടിലേക്ക് പോയിട്ട് വരികയാണ്. കണ്ടശാങ്കടൂർ പോയിട്ട് വരികയാണ്, ബസ്സിൽ ഡേ സ്കോളറായിട്ട് വരികയാണ്. അപ്പോൾ സിനിമ കാണാൻ മാർഗ്ഗമില്ല, മാറ്റിനി നമ്മുടെ മുമ്പിലുള്ള പ്രൊഫഷനുള്ളൂ. ഞാൻ പതുക്കെ ഒരു ക്ലാസ് കട്ട് ചെയ്ത് പതുക്കെ മാറ്റിക്ക് കയറി. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്, അന്നത്തെ ക്ലാസ് ഒരു പ്രൊഫസർ OJ ബേബി സാറുണ്ട്. എന്നെ വലിയ കാര്യമാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് യൂത്ത് കോൺഗ്രസ്സിലൊക്കെ സജീവമായിട്ട് വന്നിട്ടുള്ള ആളാണ്. പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് അദ്ദേഹം രൂക്ഷമായി ഒന്ന് നോക്കി എന്നല്ലാതെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ ആ കാലത്തൊന്നും പ്രീ ഡിഗ്രി കാലത്തൊന്നും അങ്ങനെ അധികം ക്ലാസ് കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ മുതിർന്ന ക്ലാസ്സിൽ വന്നപ്പോഴൊക്കെ അത്യാവശ്യം പിന്നീട് ക്ലാസ് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ സിനിമ വളരെ ആ കാലത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ് ഭാർഗവി നിലയം. ഭാർഗവി നിലയം 1 പ്രേം നസീർ, 2 മധു സാറ്, പിന്നെ PJ ആൻ്റണി, വിജയ നിർമ്മലയൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ പടത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് തോന്നുന്നു. പിന്നെ പാട്ടുകൾ ഏകാന്തതയുടെ അപാരതീരം അതിൽ ഒരു വരുന്നതാണ്. പിന്നീട് താമസം എന്തേ വരുവാൻ, പ്രാണസഖി എൻ്റെ മുന്നിൽ, ദാസേട്ടൻ പാടിയ അതിമനോഹരമായ ഗാനം, അത് ബാബുരാജൻ്റെ സംഗീതമാണ്. ബാബുരാജ് അദ്ദേഹമാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ഇന്നും വളരെ ശ്രുതിമധുരമായിട്ടുള്ള താമസം എന്തേ വരുവാൻ എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ ഓർക്കാറുണ്ട്. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ, പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ, പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ, പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ, പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊന്നിളക്കു പൊഴിയാറായി, മകന്ദശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി, താമസമെന്തേ വരുവാൻ, പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ, പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ.
തപസമിന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ തപസമിന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ തപസമിന്തേ വരുവാൻ. റൈറ്റ്, നന്നായി.